നമ്മളാരും ഒരുപക്ഷെ വോട്ടർ പട്ടികയിലെ അത് ഈവൻ BLA-മാരടക്കം ആരും അതിലെ ഈ വീടിൻ്റെ നമ്പറൊക്കെ കൃത്യമാണോ എന്നൊക്കെ പലരും പരിശോധിക്കാൻ നമ്മളത് ശ്രദ്ധിച്ചു പോകാറില്ല. ഇത്തരമൊരു സാഹചര്യമൊക്കെ വളരെ റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ടുള്ള സാഹചര്യങ്ങളല്ലേ. അപ്പം ഇത്തരം വരുന്ന ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാളുടെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി ചില ആളുകൾ ഇരിക്കുമ്പോൾ ഇനി മുതൽ അതും അടക്കം ശ്രദ്ധിക്കേണ്ട സാഹചര്യമാണ്. ഇപ്പോൾ സാധാരണക്കാരായ ആളുകൾ, നമ്മളൊക്കെ സാധാരണക്കാരാണ്, ആരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല സാധാരണ. പക്ഷേ ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ട് ആളുകളുടെ വോട്ട് വെട്ടിമാറ്റാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ഒരു സംഘമായി CPM മാറിയപ്പോൾ ജനാധിപത്യത്തെ ഇതുപോലെ ദുർബലപ്പെടുത്തുന്ന നടപടികളിലേക്ക് അവർ കടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതടക്കം ശ്രദ്ധിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ്. എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളത് വളരെ ആശാസ്യകരമാണ്. എന്തായാലും നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ, UDF തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ ഒരു തുടക്കത്തിൽ നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ തിരുവനന്തപുരത്ത് UDF-നെ എഴുതി തള്ളിയിരിക്കുകയായിരുന്നല്ലോ, കോൺഗ്രസിനെ എഴുതി തള്ളിയിരിക്കുകയായിരുന്നു. പക്ഷേ വളരെ നേരത്തെ തന്നെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായപ്പോൾ അക്ഷരാർത്ഥത്തിൽ എതിരാളികളും അതുപോലെ തന്നെ മാധ്യമങ്ങളും ഈ രാഷ്ട്രീയ പണ്ഡിതരുമൊക്കെ ഞെട്ടുകയല്ലേ ചെയ്തത്. ഇപ്പോൾ കോൺഗ്രസ് അവിടെ വളരെയധികം മുന്നേറിക്കഴിഞ്ഞു, UDF മുന്നേറിക്കഴിഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള സ്ഥലങ്ങളിൽ UDF അധികാരത്തിൽ വരുമെന്ന ഒരു വലിയ ട്രെൻഡ് കേരളത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭയചകിതരായിട്ടുള്ള CPM-ൻ്റെ നേതൃത്വവും BJP-യുടെ നേതൃത്വവും കോൺഗ്രസിൻ്റെ വോട്ടുകൾ വെട്ടിമാറ്റാനും അവർക്കെതിരായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. നമ്മുടെ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്ന നടപടിയാണ്. പ്രത്യേകിച്ച് നോക്കുക, വൈഷ്ണ സുരേഷിനെ പോലെ ഒരു പെൺകുട്ടി, വളരെ ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു പെൺകുട്ടി ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവാൻ ആഗ്രഹിച്ച് കോൺഗ്രസ് പോലൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എത്ര നികൃഷ്ടമായ രീതിയിലാണ് അവരുടെ വോട്ടർ പട്ടിക ഒരു വോട്ട് വെട്ടിമാറ്റാനുള്ള ശ്രമം ഉണ്ടായത്. ജനാധിപത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നത് ശരിയാണോ? ഇതൊരു ധാർമ്മികതയാണോ എന്നുള്ളത് CPM-ന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്.